الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. നമ്മളിന്ന് പറയാൻ പോകുന്ന ഹദീസ് പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് നന്മകൾ അധികരിപ്പിക്കേണ്ട സുഹൃത്തങ്ങൾ നമ്മിൽ നിന്ന് ധാരാളം ഉണ്ടാവേണ്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ റമളാനിൽ ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി ത്വാഅത്തിലായി കഴിച്ചു കൂട്ടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നബി ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാല, ഒരു സ്വഹാബി അദ്ദേഹം നബി തങ്ങളോട് ചോദിക്കുകയാണ്. അബൂ ഉമാമത്തുൽ ബാഹിലി എന്ന സ്വഹാബി നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, മുർനി ബി അംരിൻ ആഖുദുഹു അൻക, ഞാൻ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും മുന്തിയ ഏറ്റവും നല്ലൊരു കാര്യം അങ്ങ് എന്നോടൊന്ന് നിർദ്ദേശിക്കുമോ, ഒന്ന് കൽപ്പിക്കുമോ? ഞാനത് നിറവേറ്റാം, അത് മുറുകെ പിടിക്കാം. ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് എന്നോടൊന്ന് പറഞ്ഞുതരോ? യൻഫഉനില്ലാഹു ബി, എനിക്കതുകൊണ്ട് അല്ലാഹു തആല ഉപകാരം ചെയ്യും, ഫലം ചെയ്യും. അങ്ങനത്തെ ഒരു ആഖിറം രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും ഉഷാറായ ഒരു അമൽ എനിക്ക് പറഞ്ഞുതരും. ചില ആൾക്കാർ ചെന്നിട്ട് ഉസ്താദന്മാരെടുത്തോ ചില മഹാന്മാരായ മാർഗദർശകർ ചെന്നിട്ട് പറയും, എൻ്റെ ആഖിറം രക്ഷപ്പെടാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരി, എന്തെങ്കിലും ഒരു അമല്, ദിക്റോ അമലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരി, അത് ചെയ്താൽ ഞാൻ ആഖിറത്തിൽ രക്ഷപ്പെടും, അങ്ങനത്തെ ഒരു സംഗതി എനിക്ക് പറഞ്ഞുതരി. ഇതേപോലെ ബഹുമാനപ്പെട്ട സ്വഹാബി നബി തങ്ങളുടെ മുമ്പ് ചെന്നിട്ട് പറയാണ്, മുർനി, അങ്ങ് എന്നോട് എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കി, ബി അംരിൻ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം, ആഖുദുഹു അൻക, ഞാൻ അങ്ങയിൽ നിന്ന് പിടിച്ചോളാം, അങ്ങയിൽ നിന്ന് ഞാനത് മുറുകെ പിടിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിക്കോളാം, ഒരു കാര്യങ്ങൾ പറഞ്ഞുതരി. യൻഫഉനില്ലാഹു ബി, അതുകൊണ്ട് അള്ളാഹ് എനിക്ക് വലിയ ഉപകാരം ചെയ്യും, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരിക. എടുത്തേക്ക് തന്നെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എടുത്തേക്ക് നബി തങ്ങൾ കൊടുക്കുന്ന മറുപടി തരും, അലൈക ബിസ്സൗം, ഈ ഒരു കാര്യം ചെയ്യും, നോമ്പ് മുറുകെ പിടിച്ചോ, അതിന് പകരം വേറെ ഒന്നുമില്ല. ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിനോട് തുല്യമാകുന്ന പകരം ലോകത്ത് വേറെ ഒരു ചുക്കുമില്ല, ഒരു സംഗതിയില്ല. അഫീ റിവായത്തിൻ വലാ ഇദ്ല ലഹു, അതിന് പകരം മറ്റൊന്നുമില്ല. അള്ളാഹുവിലേക്ക് അടുക്കാനും റബ്ബിൻ്റെ പൊരുത്തവും തൃപ്തിയും കിട്ടാനും ആഖിറം രക്ഷപ്പെടാനും ദോഷങ്ങൾ പൊറുക്കപ്പെടാനും റബ്ബിൻ്റെ ഭാഗത്ത് പദവികൾ കൂടാനും സ്വർഗം കിട്ടാനും മരണം നന്നാകാനും ഖബർ നന്നാകാനും മഹ്ശറിൽ രക്ഷപ്പെടാനും സ്വർഗം കിട്ടാനൊക്കെ ഇതിനേക്കാളും ബെസ്റ്റായൊരു സംഗതി ലോകത്ത് വേറല്ല. ലാ ഇദ്ല ലഹു. അതുകൊണ്ടാണ് പഴയ കാലത്ത് മഹാന്മാരായ മശായിഖുമാരും വലിയ വലിയ ആരിഫീങ്ങളും വലിയ വലിയ ഔലിയാക്കളൊക്കെ സുന്നത്ത് നോമ്പിൻ്റെ ആളുകളായി മാറിയത്. അവർക്ക് മിക്കവാറും സുന്നത്ത് നോമ്പുകളായിരിക്കും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഉമാമത്തുൽ ബാഹിലി തങ്ങൾ നബി തങ്ങൾ അദ്ദേഹത്തോട് കൊടുത്ത ഉപദേശം തന്നെ നോമ്പ് വെക്കണമെന്നല്ലേ. അതുകൊണ്ട് തന്നെ ലാ യുറാ ഫീ ബൈത്തി അദ്ദുഹാനു നഹാറ, അദ്ദേഹത്തിൻ്റെ പുരയിൽ പുക പൊന്തലേ അല്ല പകലിൽ. ഈ ഹദീസ് കേട്ട നബി തങ്ങൾ ഈ സംഗതി പഠിപ്പിച്ചു കൊടുത്ത ഈ മഹാൻ അബൂ ഉമാമ എന്ന സ്വഹാബി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പകലിൽ പുക പൊന്തലേ അല്ല. കാരണം മിക്ക ദിവസവും അദ്ദേഹത്തിന് നോമ്പായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും നോമ്പായിരിക്കും. അഥവാ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പകൽ പുക പൊന്തിയാൽ അപ്പം മനസ്സിലാക്കണം, അന്നഹു ഖദ് ഇതറാഹും ലൈഫുൻ, പരേലേതോ അതിഥികൾ വന്നിട്ടുണ്ട്, വിരുന്നുകാരുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വിറക് വെച്ചിട്ട് പുക പൊന്തുകയാണെന്ന് മനസ്സിലാക്കും. അപ്പം ഈ ഹദീസ് കേട്ട് മനസ്സിലാക്കിയ സ്വഹാബി അദ്ദേഹം ഫമാ റുഇയ അബൂ ഉമാമത്തു വലംറഅതുഹു വലാ ഖാദിമു ഇല്ലാ സുയാമ, അദ്ദേഹത്തിൻ്റെ പെരക്കാരൊന്നും പിന്നെ സുന്നത്ത് നോമ്പ് എടുക്കും. വകാന അബൂ ഉമാമത്ത ലാ യുറാ ഫീ ബൈത്തി ദുഹാനു നഹാറൻ. ഈ ഹദീസ് കേട്ട നബിതങ്ങളിൽ നിന്ന് ഈ നിർദ്ദേശം സ്വീകരിച്ച ഈ സ്വഹാബിൻ്റെ വീട്ടിൽ പുക പൊന്താറേയല്ല പകലിൽ, അടുപ്പത്തൊന്നും ഉണ്ടാക്കുകയൊക്കെ നോമ്പാണ്. ഇല്ല ഇദാ നസല ബിഹിം ലൈഫുൻ, ഏതെങ്കിലും വല്ല വിരുന്നാരോ അതിഥികളൊക്കെ വന്നാൽ പിന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഫൈദാ റഔ ദുഹാന നഹാറൻ, ഈ സ്വഹാബിൻ്റെ വീട്ടിൽ അടുപ്പത്തുനിന്ന് പുക പൊന്തുന്നത് കണ്ടാൽ സ്വഹാബിയത്ത് പറയും, ജനങ്ങൾ പറയും, അന്ന് അവിടെ ആരോ വിരുന്നുകാരുണ്ട്, അവർക്കായിട്ട് അവർ ഭക്ഷണം ഉണ്ടാക്കുവാൻ നോമ്പാലായിരിക്കും. ഇതെന്തിനായി ഹദീസ്? ഈ ഹദീസ് നമുക്ക് വലിയ പാഠാണ്. അവരൊക്കെ ഇങ്ങനെ നോമ്പിനെ സ്വീകരിച്ചുവെങ്കിൽ നമ്മൾ റമളാൻ നോമ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റമളാനൊക്കെ നമ്മൾ നോമ്പെടുക്കുന്നുള്ളൂ. 6 നോമ്പ് സുന്നത്താണ്. അത് കഴിഞ്ഞാൽ എല്ലാ വ്യാഴവും തിങ്കളും സുന്നത്തുണ്ട്. എല്ലാ അറബി മാസം അയ്യാമുൽ ബീൽ, വെളുത്ത വാവ് 13, 14, 15 സുന്നത്തുണ്ട്. കറുത്ത വാവ് 28, 29, 30 സുന്നത്തുണ്ട്. അറഫ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മുഹറം 9, 10 സുന്നത്തുണ്ട്. ഇത്തരം ദിവസങ്ങളൊക്കെ സുന്നത്തായ നോമ്പുകളാണെങ്കിലും അതൊന്നും വേണ്ടത്ര അനുഷ്ഠിക്കൂല. പ്രത്യേകിച്ച് തിങ്കളും വ്യാഴമൊന്നും നമുക്ക് ആർക്കും തീരെ നോമ്പുണ്ടാവില്ല.
എന്നാൽ വേറെ കുറേ ദിക്റെല്ലാനും നിസ്കരിക്കാനും വേറെ എല്ലാ നന്മയിലൊക്കെ ഭയങ്കര മുന്നിൽ നമ്മൾ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഏറ്റവും വലിയ പകരമില്ലാത്ത ഏറ്റവും പുണ്യമാക്കപ്പെട്ട നോമ്പ്, ഏറ്റവും പുണ്യമാക്കപ്പെട്ട അമല് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ വേറെ ഹദീസ് കാണാം, നബിതങ്ങൾ പറയേണ്ട ഏത് വസ്തുവിനും ഒരു വാതിലുണ്ട്. പക്ഷേ എന്നാൽ സ്വർഗത്തിലേക്കുള്ള നന്മകളിലേക്കുള്ള ഏറ്റവും വലിയ വാതില് അത് സുന്നത്തായ നോമ്പുകളാണ്. അത് നോമ്പുകളാണ്. സ്വർഗത്തിലേക്കുള്ള ഇബാദത്തുകളിലേക്കുള്ള ഏറ്റവും വലിയ വാതില് അത് നോമ്പ് തന്നെയാണ്. എല്ലാ നന്മകൾക്കും എല്ലാ ഹൈറുകൾക്കും ഒരു പ്രവേശന കവാടമുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിലേക്കും ത്വആത്തുകളിലേക്കുമുള്ള പ്രവേശന കവാടം അത് സുന്നത്തായ നോമ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഏത് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന വ്യക്തിയോടും നബിതങ്ങൾ നോമ്പിൻ്റെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കിതാബിലൂടെ കാണാൻ കഴിയും. ഇനി ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ലോകത്ത് ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഫാസ്റ്റിംഗ് തെറാപ്പി എന്നൊരു ചികിത്സാ രീതി കൂടിയുണ്ട്. ഫാസ്റ്റിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? നോമ്പെടുക്കുന്ന ഫിസിയോതെറാപ്പി നമ്മൾ കേട്ടിട്ടുണ്ട്, കീമോതെറാപ്പി കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു തെറാപ്പി ചികിത്സാ രീതിയാണ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് ഹവേഴ്സ് കൂട്ടുക, നോമ്പെടുത്തിട്ട് ക്ഷീണിപ്പിച്ച്, അതായത് ഭക്ഷണവും വെള്ളമൊക്കെ നിയന്ത്രിച്ച്, അതൊരു ചികിത്സാ രീതിയാണ്. രോഗങ്ങൾ കുറേ സുഖപ്പെടാൻ പറ്റിയ മാർഗ്ഗമാണ്. ഇത് പാശ്ചാത്യ ആശുപത്രികളിലേക്കുള്ള ഒരു രീതിയാണ് ഫാസ്റ്റിംഗ് തെറാപ്പി. വെറുതെ അല്ല നബിതങ്ങൾ പറഞ്ഞത്, സൂമൂ, നിങ്ങൾ നോമ്പെടുത്തോളി, തൊസിഹു, ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടാകാൻ പറ്റിയ മാർഗ്ഗമാണ്. ലികുല്ലി ഷൈഇൻ ബാബുൻ, നബിതങ്ങൾ പറയാം, എല്ലാ വസ്തുവിനും ഒരു വാതിലുണ്ട്. വബാബുൽ ഇബാദത്തി അസ്സൗം, ഇബാദത്തിൻ്റെ വാതിൽ നോമ്പാണ്. ഇബാദത്തിൻ്റെ വാതിൽ നോമ്പാണ്. അപ്പോൾ നമ്മൾ ഏത് വലിയ ആൾക്കാരെ നോക്കുകയാണെങ്കിലും അവർക്ക് സുന്നത്ത് നോമ്പ് വലിയ താല്പര്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം നോമ്പിനെ വലിയ പുണ്യമായി കണ്ടതും. റമദാനിൽ 10 ദിവസം മാത്രമല്ലല്ലോ, 30 ദിവസം അള്ളാഹു നമുക്ക് നോമ്പ് വെച്ചിരിക്കുകയാണ്. നോമ്പ് പല മതത്തിലുണ്ട്. ഹിന്ദു മതത്തിന് നോമ്പുണ്ട്, ഏകദാശി. അതുപോലെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ നോമ്പെടുക്കും. ക്രിസ്തു മതത്തിലുണ്ട്, എല്ലാ മതത്തിലുണ്ട്. പക്ഷെ അവർക്ക് ഇറച്ചി മാത്രം കൂട്ടാൻ പറ്റൂല, മീൻ മാത്രം കൂട്ടാൻ പറ്റൂല, മുട്ട മാത്രം കൂട്ടാൻ പറ്റൂല. ഇങ്ങനത്തെ ചില ഭക്ഷണങ്ങൾ മാത്രം ഉപേക്ഷിക്കുന്ന നോമ്പാണ്. അതൊന്നും ഇസ്ലാമിൻ്റെ നോമ്പിൻ്റെ അത്രത്തോളം സമഗ്രമല്ല എന്ന് നമുക്ക് ബോധ്യമാണല്ലോ. അതുകൊണ്ട് റമദാനിൽ നോമ്പിനെങ്കിലും നമുക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും റമദാൻ കഴിഞ്ഞാലും സുന്നത്ത് നോമ്പിന് വലിയ താല്പര്യം നമ്മൾ കാണിക്കുകയും ചെയ്യണം. നോമ്പിൻ്റെ ചില മസ്അലകളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. നോമ്പ് മുറിയുന്ന മസ്അലകളും ഒക്കെ നമ്മൾ പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നോമ്പ് മുറിയാന്നാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം. നോമ്പ് 3 നോമ്പാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളൊക്കെ സിറുൽ അസ്റാർ എന്ന കിതാബിൽ പറഞ്ഞത്. ഒന്ന് സൗമു ശരിയ, അതിനപ്പോൾ നമ്പറുള്ളത്. രാവിലെ സുബൈ മുതൽക്ക് മഗ്രിബ് വരെ നോമ്പ് മുറിയണമൊന്നും ചെയ്യാതിരിക്കുക, ഉള്ളിക്കൊന്നും പോകാതിരിക്കുക, അത്രേ നമ്മൾ ശ്രദ്ധിക്കണുള്ളൂ. എന്നാൽ സൗമു ത്വരീഖത്ത് പറഞ്ഞ ഒരു നോമ്പുണ്ട്. അതെന്താ? കിബർ, ഹസദ്, റിയാ, ഉജ്ബ്, ഗീബത്ത്, നമീമത്ത്, ബുഹല്, ഇത് ഇത്യാദി ഹൃദയത്തിൻ്റെ ഒരു രോഗം വരാനേ പാടില്ല. അത് വന്നാൽ അവർ നോമ്പ് ബാത്തിലായിട്ട് കണക്കാക്കും. അത് വരാതെ ശ്രദ്ധിക്കും. കിബർ ഉണ്ടാവില്ല, ഹസദ് ഉണ്ടാവില്ല, അനാവശ്യ വർത്താനം ഉണ്ടാവില്ല. ആ ഒരു നോമ്പുണ്ട്. അതാണ് സൗമു ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ. ഇനി 3ാമത്തെ നോമ്പുണ്ട്, സൗമുൽ ഹഖീഖത്ത്, ഹഖീഖത്തിൻ്റെ നോമ്പ്. അതെന്താ വെച്ചാൽ അള്ളാഹു അല്ലാത്തതിനോടുള്ളൊരു മഹബത്ത് കൽബിക്ക് വരാനേ പാടില്ല. അള്ളാഹു അല്ലാത്ത മാസിവല്ലയോട്, അള്ളാഹുവല്ലാത്ത മറ്റൊരു വസ്തുവിനോടും, അത് സമ്പത്താവട്ടെ, പെണ്ണാവട്ടെ, മക്കളാവട്ടെ, ഭാര്യയാവട്ടെ, എന്താവട്ടെ, വീടാവട്ടെ, പൈസ ആവട്ടെ, സ്വത്താവട്ടെ, എന്താവട്ടെ, അള്ളാഹുവല്ലാത്ത ഒരു വസ്തുവിനോടുള്ള മഹബത്തും കൽബിക്ക് വരാതെ നോക്കുക. അങ്ങനെ കൽബിക്ക് വന്നാൽ അവർ ആ നോമ്പ് ഖളാ കൂട്ടും. അപ്പോൾ അവർ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അമലുകൾ ചെയ്യും. ഈ ഒരു നോമ്പുണ്ട്. ഈ നോമ്പ് മഗ്രിബിക്ക് മുറിക്കണ നോമ്പല്ല. ശരീരത്തിന് നമ്മളൊക്കെ നോമ്പ് മഗ്രിബിക്ക് മുറിയും, മഗ്രിബിക്ക് വല്ലതും കഴിച്ചാൽ കഴിഞ്ഞു. പക്ഷേ ഈ 2 നോമ്പും അത് അള്ളാഹുവിലേക്ക് എത്തുന്നവരെ, മരിക്കണവരെ കിബറുള്ളക്ക് പോവില്ല, ഹസദ് ഉണ്ടാവില്ല, അള്ളാഹല്ലാത്തൊരു ചിന്ത ഉണ്ടാവില്ല. അങ്ങനത്തെ നോമ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാ മനസ്സിലാക്കേണ്ടത്? അവരുടെയൊക്കെ നോമ്പിനേക്കാൾ ഒരുപാട് ഡിഗ്രികൾ കുറഞ്ഞ നോമ്പാണ് നമ്മുടെ നോമ്പ് എന്നും അഹങ്കരിക്കാനും കിബറിനും നമുക്കൊരു വകുപ്പില്ല. കാരണം അവരൊക്കെ നോമ്പ് ശരീരത്തിന് മാത്രമല്ല മനസ്സിന് കൂടി എടുത്തിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക. അപ്പോൾ അവരുടെയൊക്കെ ഓരത്ത് നമ്മളങ്ങനെയാണ് സംഭവം. MBBS ഒന്നും പഠിക്കാതെ, ഒരു ഡിഗ്രി ഒന്നും പഠിക്കാതെ, MBBS ഡിഗ്രി കൊടുക്കുന്ന സമയത്ത് പോയാണ്ട് ഒരു ഡിഗ്രി എനിക്ക് തരുമോ, ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തരുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ABCD പഠിച്ചിട്ടില്ല, ഒരു വിദ്യാഭ്യാസവും ഇല്ല, മെഡിസിൻ സംബന്ധമായി യാതൊരു വിവരവും അറിയാതെ, ഒന്നും പഠിക്കാതെ MBBS സർട്ടിഫിക്കറ്റ് തരുമോ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും?
ഇതേപോലെയാണ് സ്വർഗത്തേക്ക് ഇങ്ങനെ കയറ്റുമ്പോൾ പോയിട്ട് ഇനിയാണ് കയറ്റിത്തരോ, എനിക്കും സ്വർഗത്തേക്കില്ല പാസ് തരോ എന്നുള്ള ചോദ്യം. ഈ ഇബാദത്തുകളും നോമ്പുകളും നന്മകളൊക്കെ ഇത്രത്തോളം അധികരിപ്പിച്ച് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ട് എബിലിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഇവർ സ്വർഗത്തേക്ക് കിടക്കുന്നത്. നമുക്കൊന്നും ഇല്ലാണോ? അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു. അങ്ങനെ നമ്മൾ പറയുകയുണ്ടായി, മൂക്കിൽ പൊടി വലിക്കുക നോമ്പ് മുറിയുന്ന സംഗതിയാണ്. ചില ആൾക്കാരെ ചോദിക്കും, ബ്രഷ് വെക്കുമ്പോൾ പല്ലേക്കണ സമയത്ത് നമ്മൾ പേസ്റ്റ് ഇട്ടാൽ മുറിയോ? നോമ്പ് മുറിയില്ല. ഉള്ളിലേക്കൊന്നും പോകാത്ത രൂപത്തിൽ പേസ്റ്റോ മറ്റോ ഒക്കെ ഇട്ട് പല്ലേച്ചാൽ ഒന്നും നോമ്പ് മുറിയില്ല. സ്ത്രീകൾക്ക് ചോദിക്കാറുണ്ട്, സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ, താളി ഉപയോഗിക്കാൻ പറ്റുമോ? ഒന്നും കുഴപ്പമില്ല, അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുന്ന സംഗതി ഇല്ല. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. മലമൂത്ര വിസർജനങ്ങൾ പോലും രാത്രിയാക്കൽ റമദാനിലെ സുന്നത്താണ്. കഴുകുന്ന സമയത്ത് വിരലിൻ്റെ അഗ്രഭാഗങ്ങളാണ് അല്പം പോലും പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ഉള്ളിലേക്ക് കയറിപ്പോയാലൊക്കെ നോമ്പ് മുറിയുന്ന വിഷയമാണ്. അതുകൊണ്ട് രാത്രിയാക്കൽ പോലും പ്രത്യേകം സുന്നത്താണ്. പകൽ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് എന്നർത്ഥം. അപ്പോൾ വായ വെള്ളം കുപ്പിളിക്കുന്ന സമയത്ത് അമിതമാകുന്ന രീതിയിൽ വായ വെള്ളം കുപ്പിളിച്ച് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് നഷ്ടപ്പെടും. അപ്പം അമിതമാകാത്ത രൂപത്തിൽ നമ്മൾ വായ വെള്ളം കുപ്പിളിക്കുക. എന്നിട്ടും പിന്നെ വായയിൽ കുറച്ച് വെള്ളമൊക്കെ ബാക്കിയാവും, തുപ്പിക്കളയാൻ പറ്റാത്ത രൂപത്തിലുള്ളത്. അത് പിന്നെ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയിലുള്ള ഉള്ളിലൊക്കെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കുടുങ്ങിപ്പോവും. നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയൂല. അതുകൊണ്ട് നമ്മൾ അറിയാതെ അല്പം അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അറിയാത്ത രൂപത്തിൽ അത് നോമ്പ് ബാത്തിലാവുന്ന കാര്യമല്ല. അതുപോലെ തന്നെ തുപ്പിനീരിൽ രക്തം കഫമൊക്കെ ഉണ്ടെങ്കിൽ ആ തുപ്പിനീർ ഇറക്കി കഴിഞ്ഞാൽ നോമ്പ് ബാത്തിലാവും. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഊനമെന്ന് മറ്റൊക്കെ ബ്ലഡൊക്കെ വന്നിട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിലെ രോഗികളുണ്ടാവും. അവർക്ക് മാപ്പുണ്ട്, അവർക്ക് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു. ചെവി കൂടെ വല്ല ഉറ്റിച്ചാൽ ചെവിയിലിട്ട് തിരിക്കുക, മൂക്കിലിട്ട് ഉള്ളത് വല്ലതും കയറ്റിയാൽ, അല്ലെങ്കിൽ കൊറോണ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തൊണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇറക്കിയിട്ട് ചിലപ്പോൾ ടെസ്റ്റൊക്കെ ഉണ്ടാവും. ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യും സ്ത്രവെടുത്തിട്ട്, ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്, തൊണ്ടൻ അങ്ങേയറ്റത്തേക്ക് എത്തുകയാണെങ്കിൽ നോമ്പ് മുറിയുക തന്നെ ചെയ്യും. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ്, ഈ ബ്ലഡ് എടുത്താൽ ഷുഗർ ടെസ്റ്റ് ചെയ്താൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, അതുകൊണ്ടൊന്നും നോമ്പ് മുറിയൂല. അപ്പോൾ നോമ്പ് മുറിയുന്ന സംഗതി ഇതൊക്കെയാണ്. തടിയുള്ള വസ്തു ഇപ്പോൾ ഈ രുചി എന്ന് പറഞ്ഞ സംഗതി അത് തടിയില്ലാത്ത സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഉപ്പുണ്ടോ മധുരമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, വായിലിട്ട് കഴിഞ്ഞാൽ നോമ്പ് മുറിയൊന്നുമില്ല, ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ലല്ലോ. അതുപോലെ തന്നെ വാസന ഏത് സുഗന്ധത്തിൻ്റെയും വാസന മൂക്കിലൂടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് നോമ്പ് മുറിയുടെ തടിയില്ല. പക്ഷേ നോമ്പിൻ്റെ പകലിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കൽ കറാഹത്താണ്. രാത്രി യാത്രകളൊക്കെ തേക്കലും സുന്നത്താണ്. അതിൻ്റെ സ്മെല്ല് പകലുണ്ടായിക്കോട്ടെ, പകലിൽ അത്ര പോലെയുള്ളതൊക്കെ ഉപയോഗിക്കൽ കറാഹത്താകുന്നു. ഇതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ്. അതുപോലെ തന്നെ നോമ്പിന് കുറേ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ കൂടി ശ്രദ്ധിക്കുമ്പോഴാണ് നോമ്പിന് വലിയ മഹത്വവും ഫദീലത്തും കിട്ടുക. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണം. നോമ്പിൻ്റെ സുന്നത്തുകൾ ശ്രദ്ധിക്കണം. കാരണം പിന്നെ ഫർളായ കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാൻ വേണ്ടി മാത്രമല്ലല്ലോ. ചോറ് കഴിച്ചാൽ വിശപ്പ് തീരും. പക്ഷെ ചോറിൻ്റെ കൂടെ കറി ഉണ്ടാവും, അച്ചാറുണ്ടാവും, പപ്പടം ഉണ്ടാവും, ഉപ്പേരി ഉണ്ടാവും, ഇറച്ചി ഉണ്ടാവും, മീനുണ്ടാവും, പലതും ഉണ്ടാവും. അത് ആ ഭക്ഷണം കഴിക്കുക എന്നല്ല, വിശപ്പ് അടങ്ങുക എന്നല്ലേ, അതിന് രസം കൂട്ടുന്ന ആസ്വാദനം കിട്ടുന്ന സംഗതികളാണ് ബാക്കിയുള്ള കൂട്ടാനും ഉപ്പേരികളും പപ്പടും അച്ചാറും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത്, ചമ്മന്തിയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇതുപോലെ തന്നെ ഫറലായത് നമുക്കെന്താണ്, മഗ്‌രിബ് വരെ, സുബഹി മുതൽക്ക് മഗ്‌രിബ് വരെ ഇതൊക്കെ ശ്രദ്ധിക്കലാണെങ്കിലും അതിന് ആസ്വാദനം ഉണ്ടാകണമെങ്കിലും പരിപൂർണത കിട്ടണമെന്നുണ്ടെങ്കിലും ഒരുപാട് അച്ചാറും കൂട്ടാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റമദാൻ നോമ്പിൻ്റെ സുന്നത്തുകൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അത്താഴം കഴിക്കുക. ചില ആൾക്കാർ ഞാൻ ഒന്നും അത്താഴം കഴിക്കാറില്ല, ഒന്നും കഴിക്കൂല, അന്തിക്ക് തറാവി കഴിഞ്ഞിട്ട് കഴിക്കലാണ്, പിന്നെ ഞാൻ ഒന്നും അത്താഴം കഴിക്കൂലിൻ്റെ ശീലമാണ്. വലിയ വർത്താനായിട്ട് പറയും. വലിയ വർത്താനായിട്ട് പറയരുത്, അത് തെറ്റാണ്. വിധങ്ങൾ പഠിപ്പിച്ചു, ജൂതന്മാർ നോമ്പും മുസ്ലിമീങ്ങൾ നോമ്പും തമ്മിലുള്ള വ്യത്യാസം തന്നെ അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. മുസ്ലിമീങ്ങളുടെ നോമ്പിന് അത്താഴം ഉണ്ടാവും, ജൂതന്മാരുടെ നോമ്പിന് അത്താഴം ഉണ്ടാവില്ല. അതുകൊണ്ട് അത്താഴം ഒന്നും കഴിക്കാതിരിക്കുക എന്നുള്ളത് മേന്മയായിട്ട് പറയരുത്. എന്തെങ്കിലും കഴിക്കണം, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക, അല്ലെങ്കിൽ ഒരു കാരക്കെങ്കിലും കഴിക്കുക. അവ നോമ്പിൻ്റെ സുന്നത്തുകൾ മനസ്സിലാക്കണം. അത് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു നാഫിയായ ഇൽമ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ 3-നാണ് ഹബീബായ നബി തങ്ങളെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹ്റ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഫാത്തിമ ബീവിൻ്റെ ആണ്ട് ഇന്നാണ്. 29-ാമത്തെ വയസ്സിലാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്ന റമദാൻ 3-നാണ്. നബി തങ്ങൾ വഫാത്തായി കൃത്യം 6 മാസം കഴിഞ്ഞിട്ട്, റബീഉൽ അവ്വലിലാണല്ലോ നബി തങ്ങളെ വഫാത്ത്. 6 മാസം കഴിഞ്ഞിട്ട് 29-ാമത്തെ വയസ്സിൽ റമദാൻ 3-ന് ഇതുപോലെ ഒരു പകലിൽ
ലോകത്തോടെ യാത്രയായ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ കൂടെയൊക്കെ അള്ളാഹു നമ്മൾ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.